ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 9:33 അവിടെ ഇയ്യോബ് ഇപ്രകാരം പറയുന്നു: ഞങ്ങളെ ഇരുവരെയും പറഞ്ഞ് നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനും ഇല്ല. ഇവിടെ ഇയ്യോബ് തന്നെത്താൻ ശുദ്ധീകരിച്ചു എങ്കിലും ദൈവം തന്നെ ചേറ്റുകുഴിയിൽ മുക്കിക്കളയുവാൻ ഉദ്ദേശിച്ചു എന്നുവരെ ഇയ്യോബ് ആരോപിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. 1 തീമോത്തിയോസിന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം: ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. അതായത് രണ്ട് വ്യക്തികളോ കക്ഷികളോ തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയും ആ ബന്ധം അവർക്ക് പുനഃസ്ഥാപിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്യുമ്പോൾ മധ്യവർത്തി ആയി നിന്ന് അവരെ നിരപ്പിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ മധ്യസ്ഥൻ എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയായിരുന്നു എന്ന് തിരുവചനം വെളിപ്പെടുത്തുന്നു. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു മോശ. ദൈവത്തിന്റെ വിശുദ്ധിയും മനുഷ്യന്റെ പാപപൂർണതയും ഒരു മധ്യസ്ഥന്റെ ശുശ്രൂഷ അനിവാര്യമായി വന്നു. 2 കൊരിന്ത്യർ ലേഖനം 5:18 തൊട്ട് 20 വരെ ഭാഗങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ മധ്യസ്ഥ ശുശ്രൂഷയിലെ കേന്ദ്ര ബിന്ദു തന്റെ പ്രായശ്ചിത്ത യാഗമാണ്, പ്രായശ്ചിത്ത മരണമാണ്. മധ്യസ്ഥന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ക്രിസ്തുവിൽ സമന്വയിക്കുന്നു. ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. മധ്യസ്ഥൻ മനുഷ്യനുമായിരിക്കണം, അല്ലെന്ന് വരികിൽ അവൻ മരിക്കുവാനോ ദൈവ നിയമത്തിന് മുമ്പിൽ മനുഷ്യന് പ്രാതിനിധ്യം വഹിക്കുവാനോ മാനുഷിക അനുഭവങ്ങളിൽ പങ്കാളിയാകുവാനോ കഴിയുകയില്ല എന്നുള്ളതാണ്. എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങൾ അവിടെ ഇപ്രകാരം പറയുന്നു: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്നാണ് അവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത്. മധ്യസ്ഥൻ പാപം കൂടാത്തവനായിരിക്കണം എന്നതും നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ന്യായപ്രമാണ നിയമം അനുസരിച്ച് യാഗമൃഗം ഊനമില്ലാത്തതായി ഇരിക്കേണ്ടതും ആവശ്യമാണ്. ഇവിടെ നാം മനസ്സിലാക്കുമ്പോൾ അഥവാ യാതൊരു പാപവുമില്ലാതെ ലോകത്തിന്റെ 5 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചിട്ടും റോമൻ ഗവൺമെന്റും പീലാത്തോസും ഒക്കെ അന്നത്തെ ആ പുരോഹിതഗണം ഇവരെല്ലാം വിസ്തരിച്ചിട്ടും യേശു ക്രിസ്തുവിൽ യാതൊരു കുറ്റവും കാണുവാനിടയായില്ല. പീലാത്തോസ് അവസാനവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതും നാം ദൈവവചനം പഠിക്കുമ്പോൾ അത് വളരെ ചിന്തനീയമാണല്ലോ. അതെ, ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണ്. മാനവകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി പാപം എന്തെന്ന് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാക്ഷാൽ ദൈവപുത്രൻ മനുഷ്യനായി നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിയായി തീർന്നു. അതേ പ്രിയമുള്ളവരെ, ആ ഏക മധ്യസ്ഥനിൽ കൂടി മാത്രമാണ് നിത്യരക്ഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സമാധാനത്തിനായി നിത്യരക്ഷയ്ക്കായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്? ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകരം നീട്ടിപ്പിടിച്ചു. ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ
കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? തൂയരെ തൂയാവിയേ, തൂയരെ തൂയാവിയേ, വറ്റാത്ത ഉറവയെ, തേനീലും മധുരമേ, വറ്റാത്ത ഉറവയെ, തേനീലും മധുരമേ, എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്?